السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفر ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يقولون ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أيها الناس أوصيكم عباد الله أولا بتقوى الله. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും നരകമോചനവും സ്വർഗപ്രവേശനവും ആഗ്രഹിക്കുന്നവരാണ്, കൊതിക്കുന്നവരാണ്, അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. നൈമിഷികമായിട്ടുള്ള ഈ ലോകത്ത് ആസ്വാദകരമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ വഴിപ്പെടാതെ അള്ളാഹുവിന് വഴിപ്പെട്ട് വിശ്വാസി നരകമോചനം എന്നുള്ള ആ ഒരു ലക്ഷ്യത്തോടു കൂടി തൻ്റെ ഇച്ഛകൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ, തൻ്റെ മനസ്സെന്തൊക്കെ കൊതിക്കുന്നുണ്ടോ, ഭൗതിക ലോകത്ത് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ആസ്വാദനങ്ങൾ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, അതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്ന കാരണമെന്ന് പറയുന്നത് ഇവിടെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെ നിൽക്കണമെന്നും എന്തൊക്കെ ആസ്വദിക്കണമെന്നും എന്തെല്ലാം ആസ്വദിക്കാൻ പാടില്ല എന്നും ഏതൊക്കെ വഴിയിലൂടെ സഞ്ചരിച്ചാലാണ് സ്വർഗത്തിലേക്ക് എത്തുക എന്നും ഏതെല്ലാം വഴികളിലൂടെ സഞ്ചരിച്ചാലാണ് നരകത്തിലേക്ക് എത്തുക എന്നുള്ള കൃത്യമായ ദിശാബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ, ഭൗതികമായിട്ടുള്ള ഒരുപാട് ആസ്വാദനങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ടാകുമ്പോഴും അതിൽ നിന്നെല്ലാം നമ്മൾ മാറി നിൽക്കുന്നത്. ദുനിയാവ് എന്ന് പറയുന്നത് അതൊരു പരീക്ഷയാണ് എന്നുള്ളതാണ്. ആ പരീക്ഷയുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്, പ്രതിഫലം നൽകപ്പെടുന്നത് പാരത്രിക ലോകത്താണ്. അതായത് നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോടതിയിലെത്തുമ്പോഴാണ് അവിടെ കൃത്യമായി അതിൻ്റെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതും അതിന് കൃത്യമായ റിസൾട്ട് നൽകുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലോ നരകത്തിലോ എന്ന് നിശ്ചയിക്കപ്പെടുന്നതും. അതാണ് ദീന് നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 185-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വ ഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, മരിക്കാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം,
അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലാതെ ഒന്നും ബാക്കിയാകുകയില്ല. എല്ലാവരും മരിക്കുമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്ന യാഥാർത്ഥ്യമാണ്. പ്രവാചകന്മാരഖിലവും കടന്നു വന്ന് പഠിപ്പിച്ചു തന്ന ആശയാദർശങ്ങളിൽ, നിർദ്ദേശങ്ങളിൽ ഒന്നാണ് മനുഷ്യരെ നിങ്ങളെല്ലാവരും മരിക്കും, നിങ്ങൾക്കൊരു മടക്കമുണ്ട് എന്നുള്ള കാര്യം. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ഭൗതിക ലോകത്ത് എത്ര കാലം നീ ജീവിച്ചിട്ടുണ്ടോ അത്രയും കാലത്തെ നീ ചെയ്ത നന്മകളാകട്ടെ തിന്മകളാകട്ടെ അതിന് കൃത്യമായിട്ടുള്ള പ്രതിഫലം അത് നിനക്ക് നൽകപ്പെടുന്നത് നാളത്തെ ഖിയാമത്ത് നാളിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അന്ന് ഫമൻ സുഹ്സിഹ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആ ദിവസം ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നുവോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക അന്നത്തെ വിധി നിർണയത്തിൻ്റെ ദിവസം നരകത്തിൽ നിന്ന് മോചിതനായിക്കൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരാണ് വിജയിച്ചയാളുകളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണങ്ങൾ വിശുദ്ധ ഖുർആൻ 25-ാം അധ്യായം സൂറത്തു ഫുർഖാന്റെ അവസാന ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇബാദുർ റഹ്മാന്റെ, അവൻ്റെ ഇഷ്ടദാസന്മാരുടെ വിശേഷണമായി പരിചയപ്പെടുത്തിയത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ എന്നുള്ളതാണ്. വല്ലദീന യഖൂലൂൻ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുണ്ടല്ലോ, ഇബാദുർ റഹ്മാൻ, അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് റബ്ബിനോട്. എന്താണ്? റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, ഇസ്രിഫ് അന്ന അദാബ ജഹന്നം, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ ഒഴിവാക്കി തരണേ റബ്ബേ. നരകത്തിൻ്റെ കത്തിയാളുന്ന നരകത്തിൻ്റെ വിറകുകളാക്കി ഞങ്ങളെ നീ മാറ്റല്ല റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും. ഇന്ന അദാബഹാ കാന ഗറാമ, ആ നരകത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് വിട്ടൊഴിയാത്ത ഒരു വിപത്താണ് എന്ന് ഇബാദുർ റഹ്മാൻ പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ ക്വാളിറ്റിയായി പഠിപ്പിച്ചു തരുമ്പോൾ, പ്രിയമുള്ളവരെ, ഇതിലൂടെ നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ മനസ്സിലാക്കേണ്ടതും ആ നരകമോചനത്തിനു വേണ്ടി നിരന്തരം റബ്ബിനോട് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ സമാന്തരമായിട്ടുള്ള ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം സൂറത്തു ബഖറ 201-ാമത്തെ വചനം, വമിൻഹും യഖൂലൂൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. ദൈനംദിന ജീവിതത്തിൽ മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ഞങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തും നാളത്തെ പാരത്രിക ലോകത്തും ഞങ്ങൾക്ക് നന്മ പ്രദാനം ചെയ്യണമേ, ഹസനത്ത് നൽകണമേ. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് റബ്ബേ ഞങ്ങളെ നീ കാക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ പ്രാർത്ഥനയായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. തീർന്നില്ല. 3-ാം അധ്യായം സൂറത്തു ആലി ഇമ്രാനിലെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്. എന്താ പറയുന്നത്? റബ്ബന, ഞങ്ങളെ രക്ഷിതാവേ, അല്ലാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇന്നനാ ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നിന്നിൽ ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ നീ ഞങ്ങൾക്ക് പുറത്തു തരണം. ഇന്നലകളുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണമെന്ന് പ്രാർത്ഥിക്കുമെന്ന് അല്ലാഹു പറയുന്നു. തീർന്നില്ല. വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണമെന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിനോട് നരകമോചനത്തിന് വേണ്ടി തേടുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ അടിമകളുടെ, വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട്, അവരുടെ പ്രാർത്ഥനയായിക്കൊണ്ടൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, അതുമാത്രമല്ല പ്രിയമുള്ളവരെ, തൻ്റെ അടിമകളോട് അങ്ങേയറ്റം റഹ്മത്തും അതേപോലെ തന്നെ ഇഷ്ടവുമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളത് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ചേർത്തു മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പടച്ചുവിട്ടതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഓരോ തരനാലിനെ പരിശോധിച്ചുകൊണ്ട് അവൻ്റെ വിധി നിർണയം നടത്തിക്കൊണ്ട് പൂർണ്ണമായും മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു കരുണയും കാണിക്കാതെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ എല്ലാവരെയും ഓരോ തെറ്റുകൾക്കും
വിടാതെ പിടികൂടിക്കൊണ്ട് അവനെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് അവൻ രക്ഷപ്പെടണമെന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. മനുഷ്യർ രക്ഷപ്പെടണമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നരകമോചനത്തിനുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ നരകമോചനത്തിന് വേണ്ടി ഒരുപാട് മാർഗങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതെല്ലാം രൂപത്തിലുണ്ട് എന്നല്ലേ പ്രിയമുള്ളവരെ? ഒന്ന്, ചെറിയ കർമ്മങ്ങൾക്ക് പോലും വലിയ പുണ്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ചെറിയ ചെറിയ നന്മകൾക്ക് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത നന്മകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത്. എന്തേ? ചെയ്ത നന്മക്ക് അതിനു മാത്രം ഒരു നന്മ രേഖപ്പെടുത്തിയാൽ പോരെ? അള്ളാഹുവിൻ്റെ അരികിൽ അതിനു മാത്രം ഒരു നന്മ, ഒരു പ്രതിഫലം കൊടുത്താൽ പോരെ? നേരെ മറിച്ച് ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി പ്രതിഫലമാണ് എന്നുള്ളതാണ് അല്ലെ? ഓരോന്നും എടുത്തു പരിശോധിക്കുകയാണ് എങ്കിൽ ഇരട്ടി പ്രതിഫലങ്ങൾ നമുക്ക് അതിലൂടെ ഇസ്ലാം ഓരോ നന്മകൾക്കും പരിചയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രാത്രി നമസ്കരിച്ചു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ ജമാഅത്തിന് പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, വീട്ടിൽ നമസ്കരിക്കുന്ന ഒരുത്തനും പള്ളിയിൽ പോയി ജമാഅത്ത് നമസ്കരിക്കുന്ന ഒരുത്തനും ളുഹർ നമസ്കരിക്കുന്നത് 4 റക്അത്ത് തന്നെയാണ്. പക്ഷേ അത് പള്ളിയിലെത്തുന്നതോടുകൂടി അതിൻ്റെ പ്രതിഫലത്തിന് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ഏതെല്ലാം നന്മകളുണ്ടോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അതിനൊക്കെ വലിയ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത്. രണ്ടാമത്തത്, ചില കർമ്മങ്ങൾ കാരണം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് നന്മകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തന്ന ഹദീസ് കേട്ടവരാണ്, പഠിച്ചവരാണ്, മനസ്സിലാക്കിയവരാണ്. അതേപോലെ തന്നെ കഴിഞ്ഞുപോയ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് ചില നന്മകൾക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോൾ ചില കർമ്മങ്ങൾ അത് കാരണം നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം എന്ന് പറഞ്ഞാൽ കടലിലെ നുരയും പതയോളം പാപങ്ങൾ, ചെറുപാപങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും അല്ലാഹ് പുറത്തു തരുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, നരകമോചനത്തിനായിട്ടുള്ള അടിമയുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നമുക്ക് അങ്ങനെ ഒരുപാട് പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള പ്രാർത്ഥന. അതേപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും 3 തവണ സ്വർഗം ചോദിക്കുകയും നരകമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്താൽ സ്വർഗം അവന് വേണ്ടി റബ്ബിനോട് സംസാരിക്കും, നരകം അവന്റെ മോചനത്തിന് വേണ്ടി റബ്ബിനോട് സംസാരിക്കും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ എന്ന് 3 തവണ ഒരു ദിവസം സ്വർഗം ചോദിക്കുകയും നരകമോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്താൽ അവ രണ്ടും നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. നാലാമത്തത്, അടിമയുടെ പ്രവർത്തനങ്ങളും കർമ്മങ്ങളും പ്രത്യേകം സ്വീകരിക്കപ്പെടുന്ന സമയങ്ങളും സ്ഥലങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. പ്രിയമുള്ളവരെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ആളുകൾ സ്വർഗത്തിലേക്ക് എത്തണം, ആളുകൾ സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതിനാണല്ലോ ഇതിലെ നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ്, നരകമോചനത്തിനു വേണ്ടി ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാസമാണ് റമദാൻ മാസം. ആ റമദാൻ മാസത്തിൽ നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന നന്മകളെല്ലാം നമ്മൾ സ്വരൂപിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് വിട്ടു നിൽക്കാൻ കഴിയുന്ന എല്ലാ തിന്മകളിൽ നിന്നും നമ്മൾ പരമാവധി വിട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം എന്തേ? ആ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് ഇരട്ടി മധുരമുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പഠിച്ചതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നരകമോചനം ലഭിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുവും റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസവും നരകമോചനത്തിനായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ, അതിൽ വ്യാപൃതരാകാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ നരകമോചനത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ സംസാരത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത് പ്രിയമുള്ളവരെ, തൗഹീദ് ശരിയാക്കുക എന്നുള്ളത് തന്നെയാണ്. നരകമോചനത്തിന് അടിസ്ഥാനമെന്ന് പറയുന്നത് തൗഹീദാണ്. തൗഹീദ് ശരിയാവനു മാത്രമേ നരകമോചനം ലഭിക്കുകയുള്ളൂ, സ്വർഗപ്രവേശനം ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവനത് ലഭിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലൻ നാർ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഹൃദയത്തിൽ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരാൾ ഷഹാദത്ത് കലിമ അവൻ ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവന് നരകം നിഷിദ്ധമാണ് എന്ന്. അഫല ഉഖ്ബിറുന്നാസ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് ബിൻ മാലിക് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, റസൂലേ ഇത് ജനങ്ങൾക്ക് എത്തിക്കട്ടെ, ഇതൻ യത്തകിലു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേണ്ട അതിൽ ഇത് വേണ്ടതില്ല എന്നും ജനങ്ങൾ അതിൽ സമാധാനമടയുമെന്നുള്ളതാണ്. അതായത് കർമ്മങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഖാലിസൻ ഫി ഖൽബിഹി, അതനുസരിച്ച് ജീവിക്കുന്നുണ്ട് എങ്കിൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നത് സ്വർഗമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സാക്ഷ്യവചനങ്ങൾ കേവലം അക്ഷരങ്ങളല്ല എന്ന തിരിച്ചറിവോടുകൂടിയായിരിക്കണം. പ്രിയമുള്ളവരെ, ആഴത്തിലുള്ള പഠനം വേണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് മദ്രസ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ച് അതനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് കേവലം ഉച്ചരിച്ചതുകൊണ്ട് മാത്രം പ്രിയമുള്ളവരെ ഒരാൾ യഥാർത്ഥ വിശ്വാസിയായിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ അവന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി ആഴമേറിയ പഠനം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ സാക്ഷ്യവചനമുണ്ടല്ലോ, അതിൽ കൃത്യമായ അറിവ് നമുക്കില്ല എങ്കിൽ പ്രിയമുള്ളവരെ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് കൃത്യമായ പഠനമായിരിക്കണം. അത് കേവലം ഉരുവിട്ടത് കൊണ്ട് മാത്രം സ്വർഗം ഉറപ്പിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. നമുക്കറിയാം, സമൂഹത്തിൽ സാക്ഷ്യവചനം ഉരുവിട്ടിട്ടുള്ള പല ആളുകളും അള്ളാഹു അല്ലാത്തവരോട് ഭരമേൽപ്പിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവരുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന കാഴ്ചകൾ മുസ്ലിം നാമധാരികളിൽ നമ്മൾ കണ്ടുവരുന്നു. അവരെന്തേ മദ്രസ പാഠപുസ്തകത്തിൽ ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് എന്ന് അറിയാഞ്ഞിട്ടാണോ, പഠിക്കാഞ്ഞിട്ടാണോ? പക്ഷേ പ്രിയമുള്ളവരെ, ഇത് അറിയാഞ്ഞിട്ടും പഠിക്കാഞ്ഞിട്ടുമല്ല, പഠിക്കേണ്ട രൂപത്തിൽ പഠിച്ചില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ട രൂപത്തിൽ അറിഞ്ഞില്ല. അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നും അത് ഇസ്ലാമിൽ എത്രമാത്രം അതിന് പ്രാധാന്യമുണ്ട് എന്നും എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും അറിയേണ്ട രൂപത്തിൽ അറിയാഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ ആൾ ദൈവങ്ങളിലേക്ക്, മക്ബറുകളിലേക്ക്, മറഞ്ഞുപോയിട്ടുള്ള ആളുകളിലേക്ക്, അതേപോലെ തന്നെ തങ്ങന്മാരിലേക്ക്, ബീവിമാരിലേക്കൊക്കെ തൻ്റെ പ്രാർത്ഥനകളുമായി ആളുകൾ കടന്നു ചെല്ലുന്ന സാഹചര്യമുണ്ടായി. എന്തേ? തൻ്റെ മദ്രസ പാഠപുസ്തകത്തിലെ ഇസ്ലാം കാര്യങ്ങളിൽ പഠിക്കുന്ന ഒന്നാമത്തെ ഷഹാദത്ത് അത് കൃത്യമായി പഠിച്ചില്ല എന്നുള്ളതാണ്. ഏതു പ്രതിസന്ധിയിലും, ഏത് സന്തോഷവേളയിലും, ഏത് പ്രതിസന്ധി വേളയിലും നീ റബ്ബിനെയല്ലാതെ വിളിക്കാൻ പാടില്ല. നിന്റെ രക്ഷിതാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അവനെയല്ലാതെ നീ ആരാധിക്കരുത്, അവനോടല്ലാതെ നീ പ്രാർത്ഥന നടത്തരുത്, അവനോടല്ലാതെ നീ നേർച്ച വഴിപാടുകൾ നടത്തരുത് എന്ന് കൃത്യമായി ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അത് മറ്റുള്ളവർക്ക് വകവെച്ചു കൊടുക്കുന്നതിലൂടെ ഇസ്ലാമിൻ്റെ ആശയത്തിൽ നിന്ന് അവൻ പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. പ്രവാചകന്മാർ കൊണ്ടുവന്നിട്ടുള്ള ആശയത്തിൽ നിന്ന് പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. അവന് വേണ്ടി പിന്നീട് ഒരുക്കപ്പെടുന്നത് നരകമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കൃത്യമായി ഷഹാദത്ത് കലിമ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ, തൗഹീദ് നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ, ശുഭാത്തുകളിൽപ്പെട്ട് അതേപോലെ തന്നെ ഷഹവാത്തുകളിൽപ്പെട്ടൊക്കെ ഇച്ഛകളിലും സംശയങ്ങളിലുമൊക്കെ പെട്ട് ഇതിൽ നിന്ന് തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നരകമോചനത്തിന് എനിക്ക് ഒന്നാമതായി ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, തൗഹീദാണ്. അതിൽ കൃത്യമായ പരിജ്ഞാനം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. മതം പഠിച്ചവൻ മാത്രം ആഴമേറിയ പഠനം തൗഹീദിൽ നടത്തിയാൽ പോരാ. അവനവൻ്റെ സ്വർഗവും നരകവും നിശ്ചയിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഓരോ സാധാരണക്കാരനും തൗഹീദ് എന്താണ് എന്ന കൃത്യമായ പഠനം അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ നരകമോചനത്തിന് വേണ്ടിയുള്ള രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമസ്കാരത്തിൽ കൃത്യത പാലിക്കുക, അതിലൊരു വിട്ടുവീഴ്ചയും കൊടുക്കാതിരിക്കുക. പ്രിയമുള്ളവരെ, ഒരു വിട്ടുവീഴ്ചയും നടത്താൻ പാടില്ലാത്ത ഒന്നാണ് നമസ്കാരം. അത് കൃത്യമായിരിക്കണം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലാ ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊല, ഒന്നാമത്തെ തക്ബീറോടുകൂടി, അതായത് ഇമാമിൻ്റെ കൂടെ ആദ്യത്തെ തക്ബീർ ലഭിച്ചുകൊണ്ട് 40 ദിവസം ജമാഅത്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ كتب له براءتان براءة من النار وبراءة من النفاق.
അല്ലെ? അവന് നരകമോചനം രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. എന്ത്? ബറാഅത്തും മിനന്നാർ, നരകമോചനം അവന് രേഖപ്പെടുത്തും. ബറാഅത്തും മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള മോചനവും അവന് രേഖപ്പെടുത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിൽ യാതൊരുവിധ ഇളവും നമുക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായ രോഗമോ മറ്റോ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന ഇളവുകളല്ലാത്തൊരു ഇളവും പരിഗണിക്കപ്പെടുന്നതല്ല എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലെ? പരിമിതികൾ ഉണ്ടാകും മനുഷ്യന്മാർക്ക്. പക്ഷേ അവിടെ പോലും ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അന്ധനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ അതിനുത്തരം കൊടുക്കണം, അതിനുത്തരം കൊടുക്കണം. പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കണമെന്നുള്ളതാണ്. ആ പരിമിതി പോലും അവിടെ പരിഗണിച്ചിട്ടില്ലെന്ന് നമ്മളെ പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും നമ്മളതിൽ മുടക്കം വരുത്തുകയില്ല എന്നുള്ളത് നമ്മൾ ഓർപ്പിക്കാൻ കഴിയണം. നമ്മൾ മാത്രം പോയാൽ പോരാ, നമ്മുടെ മക്കളെ അതിന് പ്രോത്സാഹിപ്പിക്കണം, ചേർത്തു പിടിക്കണം. അവരെ കൈകൾ പിടിച്ചുകൊണ്ട് ആ ശീലം ചെറുപ്പത്തിലെ നമ്മൾ അവർക്ക് തുടങ്ങിക്കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫള അല സ്വലവാതിൽ ഖംസ് അല വുദൂഇഹാ വമവാഖീതിഹാ വറുകൂഇഹാ വസുജൂദിഹാ യറാഹാ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി ഹുർരിമ അലന്നാർ. ഒരാൾ 5 നേരം നമസ്കരിച്ചു വുദൂഓടുകൂടി, അതേപോലെ തന്നെ അതിൻ്റെ സമയവും അതിൻ്റെ റുകൂഉം അതിൻ്റെ സുജൂദും എല്ലാം കൃത്യമാക്കിക്കൊണ്ട് അവൻ നമസ്കരിച്ചു കഴിഞ്ഞാൽ ഹുർരിമ അലന്നാർ, അള്ളാഹു അവന് നരകം നിഷിദ്ധമാക്കും എന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചടങ്ങ് തീർക്കലല്ല നമസ്കാരം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അതിൻ്റെ റുകൂഉം അതിൻ്റെ സുജൂദും അതിനെല്ലാ റുക്കുനുകളും പാലിച്ച് അതിൽ കൃത്യമായി അടക്കവും ഒതുക്കവും വരുത്തിക്കൊണ്ട് നമ്മൾ നമസ്കരിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിൽ പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പകരം നൽകുന്നത് നരകമോചനമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ സൗഭാഗ്യം എന്താ പ്രിയമുള്ളവരെ? ജീവിതത്തിൽ നരകത്തിൽ പ്രവേശിക്കാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമാണ്, ഏറ്റവും വലിയ നേട്ടമാണ്. ആ നേട്ടം നമുക്ക് ലഭിക്കുന്ന, നമ്മൾ ദിനേന ചെയ്യുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിലൊന്ന് ശ്രദ്ധ പുലർത്തിക്കൊണ്ട് നിർവഹിച്ചാൽ നമുക്ക് കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ, ഭക്തിയോടുകൂടി നമുക്ക് കരയാൻ കഴിയുക, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമുക്ക് കരയാൻ കഴിയുക. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഐനാനി ലാ തമസ്സഹുമന്നാർ ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ് വഐനുൻ ബാതത് തഹ്റുസു ഫി സബീലില്ലാഹ്. നോക്കൂ നിങ്ങൾ, 2 കണ്ണുകൾ അത് നരകം നിഷിദ്ധമാണ്. 2 കണ്ണുകൾ നരകത്ത് പൂല എന്ന് പറഞ്ഞത്, നരകത്തിൽ പൂല. ഒന്നാമത്തത് ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണ്, റബ്ബിനെ കുറിച്ചോർത്ത്, അവൻ്റെ ശിക്ഷകളെ കുറിച്ചോർത്ത്, അവൻ്റെ നരകത്തിൻ്റെ ഭയാനകതകളെ കുറിച്ചോർത്ത് കരഞ്ഞിട്ടുള്ള കണ്ണ്. വഐനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള കണ്ണ്, അത് നരകം സ്പർശിക്കില്ലെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പാപങ്ങളെ കുറിച്ചോർത്ത് റബ്ബിൻ്റെ മുമ്പിൽ കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലകളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ കുറിച്ചോർത്തുകൊണ്ട് അള്ളാഹുവെ സംഭവിച്ചു പോയി എന്ന് ഒരിറ്റ കണ്ണീരോടുകൂടി റബ്ബിനോട് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് ജീവിതത്തിൽ സമയം കിട്ടിയിട്ടുണ്ടോ? സ്വർഗത്തിനായി കരഞ്ഞു തേടിയിട്ടുണ്ടോ? പല പ്രതിസന്ധിയും നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ, പല പ്രയാസങ്ങളും നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ ഒന്നെനിക്ക് ആ സൗഭാഗ്യം തരണേ, ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ കരകയറും. കരഞ്ഞു തേടിയിട്ടുണ്ട് പല കാര്യങ്ങളും. പ്രിയമുള്ളവരെ, സ്വർഗത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണെന്ന് കരഞ്ഞുകൊണ്ട് റബ്ബേ എനിക്കത് നൽകണമെന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെ ഒരു പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സ് തട്ടിയിട്ട് നമ്മളിൽ നിന്ന് ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. നരകത്തെ ഓർത്ത് കരയാൻ നമുക്ക് സമയമുണ്ടായിട്ടുണ്ടോ? നരകത്തിൻ്റെ ഭയാനകതകളെ കുറിച്ച് ഓർത്തിട്ട് അവിടുത്തെ ഒരു സെക്കൻഡ് പോലും പ്രിയമുള്ളവരെ സഹിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് ആ നരകത്തിൻ്റെ ഭയാനകതയെ കുറിച്ച് ഓർത്തിട്ട് അല്ലാഹുവേ ഒരു നിമിഷം പോലും നീ എന്നെ അതിൽ പ്രവേശിപ്പിക്കരുതേ എന്ന് റബ്ബിനോട് കരഞ്ഞു
കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ, ആ നരകമോചനത്തിനു വേണ്ടി തേടാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടോ? ഏതായത്താ പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകളെ ഈറനണിയിച്ചിട്ടുള്ളത്? ഏതായത്താ നമ്മളെ ചിന്തിപ്പിച്ചിട്ടുള്ളത്? ഏതായത്താ നമ്മളെ മാറ്റത്തിന് വിധേയമാക്കിയിട്ടുള്ളത്? ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ ആ വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും വരികളോർത്ത് പ്രിയമുള്ളവരെ നമ്മുടെ കണ്ണുകൾ നനഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. സ്വഹാബാക്കൾക്ക് അപ്പുറത്തായി തോതാൻ കഴിയാത്ത വിധം അവർ കരഞ്ഞിരുന്നു എന്ന് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ ആലോചിക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട നന്മകളെക്കുറിച്ചോർത്ത് കരയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു നന്മ, അള്ളാഹുവേ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എനിക്കത് തിരിച്ചു പിടിക്കാൻ കഴിയില്ലല്ലോ എന്ന സങ്കടം, പ്രിയമുള്ളവരെ കരച്ചിൽ പോയിട്ട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നമ്മൾ എപ്പോഴെങ്കിലും സങ്കടപ്പെട്ടിട്ടുണ്ടോ? ഇനിയൊരു നന്മൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ, എൻ്റെ അശ്രദ്ധകാരം എനിക്കത് മിസ്സായല്ലോ എന്ന് ഒന്നൊരു സങ്കടമെങ്കിലും നമ്മളെ മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ നരകമോചനം ആഗ്രഹിക്കുന്നവരാണ്, സ്വർഗം കൊതിക്കുന്നവരാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മളും ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഈ പറഞ്ഞതിലേതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പ്രിയമുള്ളവരെ സാധിച്ചിട്ടുണ്ടോ? ഇതിനു പകരം സോഷ്യൽ മീഡിയയിലും മൊബൈൽ വെളിച്ചത്തിലും രാവും പകലുമില്ലാതെ നാം ചിലവഴിച്ച എത്രയോ സമയങ്ങളെക്കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാനുണ്ടാകും, അല്ലെ? അനാവശ്യമായ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന രാത്രികളെക്കുറിച്ച് നമുക്ക് ഓർത്തെടുക്കാനുണ്ടാകും. ഇങ്ങനെ പലതും പ്രിയമുള്ളവരെ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ഇന്നലകളിൽ സംഭവിച്ച പലതും നമുക്ക് എണ്ണാനുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ മനസ്സിനോടൊന്ന് ചോദിക്കുക, ഖുർആൻ ഓതി സമയം പോയ രാത്രി, ഒരു രാത്രി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എടുക്കാനുണ്ടോ? ഖുർആൻ ഓതി സമയം പോയിട്ടുള്ള ഒരു രാത്രി, ഖുർആൻ ഓതിയിരുന്ന സമയം പോയത് അറിഞ്ഞിട്ടില്ല, ഇത്ര നേരായില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര കൊല്ലമായി നമ്മൾ ദീനും കാര്യങ്ങളും നിസ്കാരം ഇതൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനത്തെ ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ? അതേപോലെ തന്നെ നമസ്കാരത്തിൽ മുഴുകിയിട്ട് വൈകി ഉറങ്ങുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായോ? നിസ്കരിച്ചതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ ലൈറ്റായ ഒരവസ്ഥ, അല്ലേ? മറ്റു ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഉറങ്ങാൻ വൈകിയ ഒരുപാട് കഥകൾ പറയാനുണ്ട് നമുക്ക്. പക്ഷേ നമസ്കാരത്തിൽ മുഴുകിയിട്ട് ഉറങ്ങാൻ വൈകിപ്പോയ ഒരു ദിവസമെങ്കിലും, വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഉറങ്ങാൻ രാത്രി വൈകിപ്പോയിട്ടുള്ള ഒരു ദിവസമെങ്കിലും നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അല്ലേ? അള്ളാൻ്റെ മാർഗത്തിൽ പിന്നെ ഉറക്കമൊഴിച്ച കണ്ണുകൾ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ കഥ പറഞ്ഞിരുന്നതും അതേപോലെ തന്നെ ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉറക്കമൊഴിച്ചതല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രബോധന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടുകൊണ്ട് രാത്രി വൈകി ഉറങ്ങുന്ന സമയങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ അനുഭവങ്ങൾ പ്രിയമുള്ളവരെ നമുക്ക് പറയാനുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഓർത്തെടുക്കാനുണ്ടോ പ്രിയമുള്ളവരെ? അങ്ങനെ ദീനിനു വേണ്ടി, തൻ്റെ ആഖിറത്തിനു വേണ്ടി, തൻ്റെ സ്വർഗപ്രവേശനത്തിനു വേണ്ടി, തൻ്റെ നരകമോചനത്തിനു വേണ്ടി ഉറക്കമൊഴിച്ച രാത്രികൾ എത്രയുണ്ട് നമ്മുടെ ജീവിതത്തിൽ എണ്ണിയെടുക്കാൻ. ഭൗതികമായ സുഖങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ ആസ്വാദനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉറക്കമൊഴിച്ച എത്രയോ രാത്രികളുടെ കഥകളും അനുഭവങ്ങളും നമുക്ക് നിരത്താനുണ്ട്. എങ്കിൽ ഒരനുഭവമെങ്കിലും പ്രിയമുള്ളവരെ ആഖിറത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചതിൻ്റെ ഒരനുഭവമെങ്കിലും നമുക്ക് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കാം. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, രണ്ട് കണ്ണുകൾ നരകം സ്പർശിക്കൂല എന്നുള്ളതെടുത്ത് ആ കണ്ണുകളുടെ ഉടമകളാകാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട്. നാലാമത്തത്, ജുമുഅ നമസ്കാരത്തിന് അല്ലെങ്കിൽ നമസ്കാരങ്ങൾക്ക് നടന്നു പോകുന്നത്. നമുക്കറിയാം, ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അന അബായ ഇബ്നു റിഫാഅ ഖാല അദ്റകനി അബു അബ്സിൻ അന അദ്ഹബു ഇലൽ ജുമുഅ. മഹാനായ സ്വഹാബി അവിടുന്ന് പറയാണ്, ഞാൻ ജുമുഅ നമസ്കാരത്തിന് പോയപ്പോൾ അബു അബ്സിനെ ഞാൻ എന്ത് ചെയ്തു? കണ്ടുമുട്ടി എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ ഇഗ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹ് ഹറമഹുല്ലാഹു അലന്നാർ എന്നാണ്. അതായത് പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കാലിൽ പൊടി പുരണ്ടിട്ടുള്ള വ്യക്തിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കും എന്നുള്ളത്. അള്ളാൻ്റെ മാർഗത്തിൽ കാലിൽ പൊടി പുരണ്ടിട്ടുള്ളത്, റബ്ബിൻ്റെ മാർഗത്തിൽ നടന്നിട്ടുള്ള, അതിനുവേണ്ടി കാലിൽ പൊടി പുരണ്ടിട്ടുള്ളത്, അത് ദീനീ പ്രവർത്തനങ്ങൾക്കാകട്ടെ, പള്ളിയിലേക്കുള്ള യാത്രകളാകട്ടെ, അത്തരം കാര്യങ്ങൾക്കുള്ള നന്മകളിലേക്കുള്ളതാകട്ടെ, പ്രിയമുള്ളവരെ ലഭിക്കുമെന്ന്, നരകമോചനം ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. അഞ്ചാമത്തത്, നല്ല പെരുമാറ്റം
പെരുമാറ്റമുണ്ടാവുക എന്നുള്ളതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ അബ്ദില്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലൻ നാരി ഔ ബിമൻ തഹ്റുമു അലൈഹിൻ നാറു അലാ കുല്ലി ഖരീബിൻ ഹയ്യിനിൻ സഹലിൻ ലയ്യിനിൻ എന്നൊക്കെ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ നരകമോചനം ലഭിക്കുന്ന കാര്യം അറിയിച്ചു തരട്ടെയോ എന്ന്, നരകം നിഷിദ്ധമാക്കുന്ന കാര്യം അറിയിച്ചു തരട്ടെയോ എന്നൊക്കെ പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിച്ചു തന്ന ഒന്നിൽ നല്ല പെരുമാറ്റമുള്ള ആൾ എന്നുള്ളതാണ്. നല്ല പെരുമാറ്റമുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ പെരുമാറ്റം എങ്ങനെയാണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളോട് പെരുമാറുമ്പോൾ തൃപ്തരാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മളെക്കുറിച്ച് ആരെങ്കിലും പോരാ അയാളോട് പെരുമാറാൻ നല്ല സുഖാട്ടം, നല്ല പെരുമാറ്റമുള്ള ആളാണ് എന്ന് നമ്മളെക്കുറിച്ച് പറയുന്ന രീതിയിൽ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് ആളുകൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നവരാണ്. പക്ഷേ ഒരാൾ പോലും നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് വിഷമിക്കുന്നില്ലെന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുമോ പ്രിയമുള്ളവരെ? അത്രക്കും നല്ല സ്വഭാവത്തിന് ഉടമയാകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൻ്റെ മാതൃകകൾ നമ്മുടെ മുമ്പിൽ എത്രയോ ഉണ്ട് എന്നുള്ളതാണ്. ആ ചരിത്രങ്ങൾ എത്രയോ നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആറാമത്തത്, 3 പെൺമക്കൾ അല്ലെങ്കിൽ 3 സഹോദരിമാരെ വളർത്തുന്ന വ്യക്തിക്ക് നരകം നിഷിദ്ധമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലൈസ അഹദും മിൻ ഉമ്മതി യഊലു 3 ബനാത്തിൻ ഔ 3 അഖ്വാത്തിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ കുന്ന ലഹു സിത്രം മിനൻ നാർ. അതായത് 3 സഹോദരിമാരോ അല്ലെങ്കിൽ 3 പെൺമക്കളോ അവരെ സംരക്ഷിക്കുകയും അവർക്ക് എല്ലാ രൂപത്തിലുമുള്ള പരിചരണം, അതായത് മതപരമായിട്ടുള്ള എല്ലാ പരിചരണവും അവർക്ക് നൽകുകയും ചെയ്താൽ അവൻ നരകത്തിൽ നിന്നുള്ള മറ അള്ളാഹു അവന് നൽകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇന്നും പലപ്പോഴും പല ആളുകൾക്കും പിറക്കുന്നത് പെണ്ണാണ് എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്ന, നെറ്റി ചുളിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ. പലപ്പോഴും 3ാമത്തതും അല്ലെങ്കിൽ 2ാമത്തതും പെണ്ണാണ് എന്ന് പറയാൻ പോലും മടിയുള്ള, അതല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ അതൊരു എന്തോ പോലെ കേൾക്കുന്ന പെണ്ണ എന്നൊക്കെ ചോദിക്കുന്ന ഒരു അവസ്ഥ ഇന്ന് സമൂഹത്തിൽ ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 3 പെൺമക്കളെ കിട്ടിയിട്ടുണ്ടോ, 3 പെങ്ങന്മാരെ കിട്ടിയിട്ടുണ്ടോ, തങ്കം പോലെ നോക്കിക്കൊള്ളി, സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകുന്നത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജനിക്കുന്നത് മക്കൾ അത് അള്ളാഹു തരുന്നതാണ്. അത് ഏതു മക്കളാണെങ്കിലും സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് പെൺമക്കളാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം ഒരു വലിയ പ്രതിഫലം കൂടി ഇതിൻ്റെ പിന്നിൽ നമുക്കുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് അതിലൊരാശങ്കയും അതിലൊരു ആവലാതിയും അതിലൊരു പ്രയാസവും ഇനി ഇവരൊക്കെ കല്യാണം കഴിപ്പിക്കണ്ടേ എന്നുള്ളതൊന്നും നമ്മൾ ആലോചിക്കണ്ട. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള റിസ്ക്കും അതിനുള്ള ബർക്കത്തും റബ്ബ് തരുമെന്നുള്ള റബ്ബിൽ തവക്കുലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നടക്കാത്തതൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുക. മറ്റൊന്ന്, 7ാമത്തത് അഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ദബ്ബ അൻ അർദി അഖീഹി ബിൽ ഗീബതി കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യുഅതിഖഹു മിനൻ നാർ. തൻ്റെ സഹോദരനെ അവൻ്റെ അഭിമാനം, അവൻ്റെ അഭാവത്തിൽ നിങ്ങൾ ഒരാൾ സംരക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നരകമോചനമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരാൻ. പ്രിയമുള്ളവരെ, ഒരു കാരണവശാലും മറ്റുള്ളവൻ്റെ അഭിമാനം ക്ഷതം വരുത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വ്യക്തിഹത്യകളും അതേപോലെ തന്നെ കളിയാക്കലുകളും ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു പറയുന്ന ആളുകളുണ്ട് അല്ലേ. പ്രിയമുള്ളവരെ, ഒരിക്കലും ഒരാളുടെ വ്യക്തിഹത്യയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അതെത്താൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിനെ ഒരു കാരണവശാലും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. അതുകൊണ്ട് ഓരോരുത്തർക്കും അവൻ്റേതായ പാർട്ടികളുണ്ടാകും, അവൻ്റേതായ രീതികളുണ്ടാകും, അവൻ്റേതായ അത്തരം നിലപാടുകളുണ്ടാകും. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവൻ്റെ വ്യക്തിഹത്യയ്ക്ക് ഉപയോഗിക്കുന്നതല്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് പ്രിയമുള്ളവരെ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഓരോരുത്തരും കണിശത പുലർത്തുക. ഇനിയും ഒരുപാട് നരകമോചനത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാം ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാകുക. ഇത്തരം വിഷയങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കും തോറും പ്രിയമുള്ളവരെ നമുക്ക്
കൂടുതൽ താല്പര്യം വരികയും അതിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ ജീവിതത്തിൽ പുലർത്താൻ നമുക്ക് കഴിയുകയും ചെയ്യും. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യുക, നിരന്തരം പഠിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. ഇത്തരം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് നന്മകളുണ്ട് ഈ പറഞ്ഞതിൽ. അതൊക്കെ അതിൻ്റെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ദീനി പഠനത്തിൻ്റെ വിഷയത്തിൽ പ്രിയമുള്ളവരെ, ഒരു നിലക്കുമുള്ള വിട്ടുവീഴ്ച നമ്മുടെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം ദീനുണ്ടെങ്കിലേ നാളെ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. അതായത് ദീന് പഠിച്ച് ആ പഠിച്ചതനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് അത് മുറുകെ പിടിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ബോധപൂർവം നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും പരലോക മോക്ഷത്തിന് വേണ്ടിയുള്ള റബ്ബിനെക്കുറിച്ചുള്ള, പ്രവാചകനെക്കുറിച്ചുള്ള, ദീനിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടിയെടുക്കാൻ കുറച്ച് സമയമെങ്കിലും നമ്മൾ നിർബന്ധമായും കണ്ടെത്തുക. അതിനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ചെയ്യേണ്ടത്. ആ നിലക്ക് ജീവിതം ചിട്ടപ്പെടുത്തുക, കൃത്യമായി ദീന് മുറുകെ പിടിച്ച് ജീവിക്കുക. തുടർ പഠനങ്ങളൊക്കെ നമ്മൾ നിരന്തരം നടത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുക. വയസ്സായി, ജോലിയായി, പിന്നെ പ്രായമായി, കുടുംബം നോക്കുന്ന പ്രാരാബ്ദം, ഇതൊന്നുമല്ല. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കളിൽ അധികം ആളുകളും ചെറുപ്രായക്കാരല്ല. അവരവരുടെ കുടുംബവും പ്രായവും പ്രാരാബ്ദവും ഒക്കെ ഉള്ള സമയത്ത് ദീനിലേക്ക് വന്നവരും ദീനിൻ്റെ വിഷയത്തിൽ പല വിഷയങ്ങളിലും ഏറ്റവും നമ്പർ 1 ആയി ആ വിഷയത്തിൽ അറിവുള്ളവരുമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് സ്വഹാബാക്കളുടെ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു വരുമ്പോൾ നമുക്കും പറ്റുമെന്നുള്ളത് തിരിച്ചറിവ് നമുക്കുണ്ടാകുക. അതിന് താല്പര്യവും ആത്മാർത്ഥതയും അള്ളാഹുവിനോട് പ്രാർത്ഥനയും ഉണ്ട് എങ്കിൽ ഇൻഷാ അള്ളാഹ് റബ്ബിൻ്റെ സഹായമുണ്ടാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ദീൻ പഠിച്ച് അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹുവെ, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹ്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, اللهم أجرنا وأجر والدينا من النار. رب ارحمهما كما ربونا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. والله تعالى أعلم. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت ونستغفرك ونتوب إليك. والسلام عليكم ورحمة الله وبركاته.